സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസ് സംഘം പള്ളികളിലെത്തിയത്. സുപ്രീം കോടതി വിധി നടപ്പാക്കാത്തതിനെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വിമർശിച്ചിരുന്നു. അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോൾ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്നാണ് മഴുവന്നൂർ സെന്റ് തോമസ് പള്ളിയിലും പുളിന്താനം സെന്റ് ജോൺസ് പള്ളിയിലും പോലീസ് എത്തിയത്. പോലീസ് നീക്കം മനസ്സിലാക്കി ഇന്നലെ വൈകിട്ട് മുതൽ പള്ളികളിൽ യാക്കോബായ സഭാ വിശ്വാസികളും സംഘടിച്ചിരുന്നു. പള്ളി ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി പോലീസ് സംഘം പള്ളിയിലെത്തി ഗേറ്റ് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ശക്തമായ പ്രതിരോധമാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. പൂട്ടുപൊളിക്കാനുള്ള ഫയർഫോഴ്സിന്റെ ശ്രമം ഭാഗികമായി വിജയിച്ചെങ്കിലും കൂടുതൽ മുന്നോട്ട് പോകാനായില്ല. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരായിരുന്നു രണ്ടിടങ്ങളിലും മുൻനിരയിൽ. ഒടുവിൽ ശ്രമം ഉപേക്ഷിച്ച് പോലീസ് മടങ്ങുകയായിരുന്നു. ഓരോ പൈസയും പാവങ്ങളുടെ പൈസയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറക്കി വിട്ടാൽ നമുക്ക് അനുഭവപ്പെടുന്ന ഫീലിംഗ് നിങ്ങൾക്ക് മനസ്സിലാകും. അത് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നത്. ബ്രിട്ടീഷുകാർ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. അതേസമയം സർക്കാർ ഒത്താശയോടെയുള്ള നാടകമാണ് നടക്കുന്നതെന്ന് ഓർത്തഡോക്സ് സഭാ നേതൃത്വം ആരോപിച്ചു. ഓർത്തഡോക്സ് സഭയ്ക്ക് എതിരായി വിധി വന്നാൽ എന്ത് വില കൊടുത്തും സർക്കാർ ഇത് നടപ്പിലാക്കും. അനുകൂല വിധിയാണെങ്കിൽ അത് അവഗണിക്കുകയാണെന്ന് സഭാ നേതൃത്വം കുറ്റപ്പെടുത്തി. ഇങ്ങനെ ഓരോ ദിവസവും സഭയെ തള്ളി, രാജ്യത്തിന്റെ നിയമത്തെ തള്ളി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വിഘടിത ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഭരണ സംവിധാനം എത്ര നാളിങ്ങനെ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ ഒക്കും എന്നതൊരു ചോദ്യമായി ഇങ്ങനെ നിൽക്കുകയാണ്. ക്രമസമാധാന പ്രശ്നങ്ങൾ മൂലം പള്ളി ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് കാണിച്ച് റിപ്പോർട്ട് നൽകുകയാകും പോലീസ് ഇനി ചെയ്യുക. കോടതി വിധി നടപ്പിലാക്കാത്തതിന് മുൻപ് പലതവണ പോലീസിനും സർക്കാരിനും കോടതിയുടെ വിമർശനം ഏൽക്കേണ്ടി വന്നിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.